ഈ വചനം ജീവിതകാലത്ത് കാണാതെ അറിയാതെ ഒരാളുമില്ല. മുസ്ലിമായ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പത്തിൽ ഉമ്മയുടെ തലോടലേറ്റ് ചെറുപ്രായത്തിൽ ആ തൊട്ടിയിൽ ഇങ്ങനെ ആട്ടുമ്പോ കേട്ട വാചകമാണ് ഈ വാചകം അറിയാത്ത ഒരാളുമില്ല. മുസ്ലിംകാർ വിശ്വസിക്കും ഈ വാചകം മറന്നിട്ടില്ലല്ലോ. പക്ഷേ ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഈ പറഞ്ഞ എനിക്ക് എന്റെ അവസാനത്തെ സമയത്ത് എന്റെ നാവിലേക്ക് ഈ വാചകം കടന്നു വരുമെന്ന് ഞാനൊന്ന് ചിന്തിക്കണം. നമ്മളെല്ലാരും അത് ആലോചിക്കണം. നമ്മൾക്ക് ജീവിതത്തിൽ അറിയാവുന്ന വാചകമാണെങ്കിലും അവസാനത്തെ നിമിഷം കൂടി അത് നമ്മളുടെ നാവിലേക്ക് വരണം. അത് വന്നു കിട്ടാൻ നമ്മൾ ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. നമ്മളുടെ ജീവിതത്തെ മനോഹരമാക്കണം. ആ ജീവിതത്തിൽ നമ്മൾക്ക് ആരൊക്കെ വേണം? നമ്മളങ്ങനെ ജീവിച്ചു പോകുമ്പോ നമ്മൾക്ക് ഏറ്റവും കൂടുതലായി നമ്മളുടെ കൂടെ വേണ്ടത് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞൊരു വാചകം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഖുർആൻ പറയുകയാണ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലൂ മഅസ് സാദിഖീൻ. ഈ ആയത്തിന്റെ അർത്ഥം മനസ്സിലാക്കിയത് നമ്മൾ രക്ഷപ്പെടാൻ നമ്മൾക്ക് വേണ്ടത് അവസാനത്തിൽ പറയല്ലേ. അതിനുവേണ്ടി ചെയ്യേണ്ടത് പറയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക, വഖൂലൂ മഅസ് സാദിഖീൻ. തഖ്വ ഉണ്ടാവണമെന്ന് പറഞ്ഞ തൊട്ടടുത്ത വചനത്തിൽ ഖുർആൻ പറയാണ്, കൂനു നിങ്ങൾ ആവണേ മഅസ് സാദിഖീൻ. ആരുടെ കൂടെ? സ്വാദിഖീങ്ങളുടെ കൂടെ ആവണേ. എന്താണ് ആ വാക്കിന്റെ അർത്ഥം? സ്വാദിഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ആരാണ്? സ്വാദിഖീങ്ങളുടെ കൂടെകളായാൽ തഖ്വയുള്ള ആളുകളും സ്വാദിഖീങ്ങളുടെ കൂടെ നിങ്ങൾ ആവുകയും ചെയ്താൽ നിങ്ങൾ ഉന്നതമായ വിജയത്തിലെത്തുമെന്ന്, സ്വർഗീയ ലോകത്തെത്തുമെന്ന് ദുനിയാവിൽ അവസാനത്തെ നിമിഷത്തിൽ നിങ്ങളുടെ നാവിൽ സുന്ദരമായി തത്തിക്കളിക്കുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാണ്. ആരാണ് ഈ സ്വാധീന്യങ്ങൾ? ആ സ്വാധീന്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ നമ്മളുടെ കൺമുന്നിലൂടെ ജീവിച്ചു കടന്നുപോയിട്ടുണ്ട്. അവരുടെ കൂടെ ആവുക എന്ന് പറഞ്ഞാൽ അവരെ മഅയ്യത്ത് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാറ്. അവരെ മഅയ്യത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശുദ്ധമായ മജ്‌ലിസിൽ ഞാൻ സംസാരിക്കുന്നത് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു വാചകമുണ്ട്, ദിക്റുൽ അംബിയാഇ ഇബാദ വദിക്റു സ്വാലിഹീന കഫാറ. നബിമാരുടെ മഹത്വം പറയൽ ഇബാദത്താണ്, ദിക്റു സ്വാലിഹീന കഫാറ. സ്വാലിഹീങ്ങളുടെ മഹത്വം പറയൽ കഫാറ എന്നാണ് പ്രയോഗിച്ചത്. എന്താ അതിന്റെ അർത്ഥം? കഫാറ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത തെറ്റിലുള്ള പ്രായശ്ചിത്തമാണ്. എന്ത്? സ്വാലിഹീങ്ങളെ പറ്റി പറയും. ഈ സ്വാലിഹീങ്ങളെ പറ്റി പറയലും അവരെ ഓർക്കലും ഇതാ ഈ സമയത്ത് 313ഓളം വരുന്ന ബദരീങ്ങളുടെ പേര് ഈ മജ്‌ലിസിൽ വെച്ച് ഉച്ചരിച്ചിട്ടാണ് നമ്മൾ ദുആയിരിക്കുന്നത്. ഈ മഹാന്മാരുടെ പേര് പറയുന്നതാണ് നല്ലവരുടെ മഹത്വം പറയുന്നത്. അവരുടെ പേര് പോലും ഉച്ചരിക്കണം. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പോലും ഉച്ചരിക്കൽ. അതേപോലെ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ പേര് ഞാൻ ഈ സമയത്ത് പറഞ്ഞു തീരുന്നതിന് മുമ്പ് എന്റെ വലതു തോളിൽ ഇരിക്കുന്നവരാ